ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ഞങ്ങളുള്ളത് ഗോവയിലാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളൊരു വിവാഹ ഹോളിഡേയ്സ് അവരെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റാണ് വന്നിറങ്ങിയത്. മീൻസ് ഒരു ഈവനിങ് ആണ്, ഒരു 7 o'clock ആ റേഞ്ചിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അവിടുത്തെ കപ്പലാണ്. മീൻസ് അടിപൊളിയായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഞാനതിന് സൂര്യനും തേജുവിനും ഫസ്റ്റ് ടൈമാണ്. ഇത്ര ലോങ്ങും അതേപോലെ തന്നെ ഗോവ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നലെ അവിടെ അടിച്ചു പൊളിച്ചു. അതിൻ്റെ വ്ളോഗ് എന്തായാലും വരും, അല്ലെങ്കിൽ ഷോർട്സ് എന്തായാലും വരും. അങ്ങനെ അപ്പോൾ ഇന്നും ഞങ്ങളൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഇരിക്കണത്. ഇനിയിപ്പോൾ അടുത്തത് അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണ പാക്കേജിൽ എന്തൊക്കെ നോക്കി നോക്കട്ടെ. എന്തായാലും അടിപൊളിയാണ്, പ്ലേസ് സൂപ്പറാണ് കേട്ടോ ഗോവ. പിന്നെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നിറങ്ങിയത്. മഡ്ഗോണിലെ ട്രെയിനിൽ വന്നിറങ്ങി. അതിനുശേഷം അവരുടെ വണ്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് ആക്കി തന്നിട്ട് ഫ്രഷായിട്ട് നമ്മൾ പോവുക ചെയ്ത് ഒരു 8:40 നമ്മൾ അവിടെ എത്തി. എന്നിട്ട് എന്തായാലും അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ആയിരുന്നു. ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ലിക്കർ കഴിക്കേണ്ടവർക്ക് ലിക്കർ കഴിക്കാം, നമ്മൾ കഴിക്കില്ല. ലിക്കർ കഴിക്കുന്നവർക്ക് ലിക്കർ കഴിക്കാം, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കായാലും എന്തായാലും സെറ്റ് പരിപാടിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും എല്ലാവരും കണ്ടറിയുന്നത് തന്നെയാണ്. നൈസായിരുന്നു കേട്ടോ. ഇപ്പോൾ തേജുവിനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ആദ്യമായിട്ടാണ് അവൻ എന്തോ തിരക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ താങ്ക് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ റൂംസ്, മറ്റേ ലെമൺ മിൻറ്റ് ഹോട്ടൽ റൂംസ്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ അവിടെ മോർണിംഗ് ആണ്. ഇത് ബാക്ക് ഭാഗം കേട്ടോ, റൂമിൻ്റെ ബാക്ക് ഭാഗം, ബാൽക്കണി, ഇതൊക്കെ റൂമിൻ്റെ തന്നെയാണ്. ഓരോ റൂമിൻ്റെ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ എത്ര വിചാരിച്ചില്ല, 3 സ്റ്റാർ ഹോട്ടൽ പോകുന്നുണ്ട്. 3 സ്റ്റാർ ലെമൺ മിൻറ്റ് പറഞ്ഞ ഹോട്ടലാണ്. നൈസാണ്. ഇപ്പോൾ സൂര്യയും തേജൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ റൂം കാണിച്ചു. സൂര്യൻ അറിയണ്ട ഞാൻ വ്ളോഗ് എടുക്കണം. സൂര്യൻ നല്ല ഉറക്കത്തിൽ, തേജു അല്ലേ നല്ല നൈറ്റ് കിടന്നാണ്. റൂമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് റൂമൊക്കെ. TV ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്, AC. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. വാട്ടർ, കോഫി എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സ്നാക്സ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണ്ടവർക്ക് കഴിക്കാം, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ വൈന്, ഇതൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്ത് ചെയ്യണം കേട്ടോ. അതിൻ്റെ എമൗണ്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടി ചെടുക്കാം. ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സേഫ്റ്റി ആയി വെക്കണമെങ്കിൽ ലോക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ടയർഡായിട്ട് ട്രാവലിങ്ങിന് ടയർഡായിട്ട് തേജ് ഭയങ്കര ഉറക്കത്തില്ല. ഞാൻ ടോയ്ലറ്റ് കാണിച്ചു കേട്ടോ. ടോയ്ലറ്റൊക്കെ നൈസാട്ടോ. ബാത്തിൻ്റെ സ്ഥലമൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. മിററൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഐറ്റംസ് എല്ലാം സെറ്റപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ അവരെ വിളിച്ചു കൊടുക്കണം. എന്നിട്ട് വേറെ എന്തൊക്കെ പറയേണ്ട മതി. എന്നിട്ട് പോകണം. ബീച്ച് കാര്യങ്ങൾ കുറച്ച് കറങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനി സൂര്യ ഇപ്പോൾ പറയും കേട്ടോ, ഞാൻ ആദ്യമായിട്ടല്ല വ്ളോഗ് ചെയ്യണേ. അപ്പോൾ അവളെ എണീക്കുന്നതിന് മുന്നേ ഞാൻ പ്രേസരം നടത്തിയിരുന്നു. വേറെ ഒന്നുമല്ല, എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ രാവിലെ നേരത്തെ എണീച്ച് അവരുറങ്ങുകയാണ് എപ്പോഴും. ഇനിയിപ്പോൾ അവളുടെ വേറെ വ്ളോഗ് ഉണ്ടാവും. എന്തായാലും ഒന്ന് അടിച്ചു പൊളിക്കണം. ഇന്നും ഉണ്ടാവും, പിന്നെ നാളെ നൈറ്റ് ആവും. നാളെ നൈറ്റ് 9 o'clock സൺഡേ നമുക്ക് ട്രെയിൻ റിട്ടേൺ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. വരാം കേട്ടോ. അടുത്ത ഇതിന് പോകുമ്പോൾ വരാം. ഞങ്ങളൊന്ന് റെഡി ആവട്ടെ, ഫ്രഷ് ആവട്ടെ. അപ്പോൾ സൂര്യ എണീച്ചിട്ടുണ്ട് കേട്ടോ. അവള് സെറ്റാവുന്നുണ്ട്. തേജ് ഇപ്പോൾ ഉറങ്ങുക തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടുത്തെ പ്ലേ ഏരിയ കേട്ടോ. പിള്ളേർക്കൊക്കെ പറ്റിയ പ്ലേ ഏരിയയാണ്. ഇതാണ് ഇവരുടെ ഫ്രണ്ടേജ്. ഇതിൽ ഐ ലവ് ഗോവ എന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പൂളുണ്ട്, പൂളിൽ കളിക്കുന്നുണ്ട് കുറേ ഫാമിലി. പിന്നെ അവിടെ ടിഫിൻ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂംസ്. ലെമൺ മിൻറ്റ് ബുട്ടിക് ആൻഡ് ഹോട്ടലിനാണ്.
അത്യാവശ്യം വലുത് തന്നെ കേട്ടോ, സെറ്റപ്പാണ്. ഏരിയ നല്ല ഏരിയയാണ്. ബീച്ച് സൈഡ് തോന്നുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടില്ല, ബീച്ച് സൈഡാ തോന്നുന്നുണ്ട്. അപ്പോൾ പൂള് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളത് നോക്കട്ടെ കേട്ടോ, ഒന്നുകൂടി കറങ്ങോട്ടെ, ജസ്റ്റ് ചില്ലൗട്ട് ചെയ്യട്ടെ ഞങ്ങൾ എന്തായാലും. അപ്പോൾ ഓക്കെ, കാണാം. പൂളിലേക്കുണ്ടോ? തേജ് പൂളിലേക്കുണ്ടോ ചിലപ്പോൾ ചാടി എണീച്ചിക്കുക, അല്ലെങ്കിൽ എണീക്കത്തെ ആളാ. അതാ ഓടണുണ്ടോ? സൂര്യയിലും ഇത് പിന്നെ നമ്മുടെ ഒപ്പം വന്നുള്ള ടീം കേട്ടോ. അപ്പൊ വിൻചേട്ടൻ നമുക്ക് കാപ്പി ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടാ. കോഫി കാപ്പി ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനും തേജും ഒന്ന് ഫ്രഷ് ആവാൻ പോവാ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം, ഇതായിരുന്നു ബെഡ്റൂം. ഓട്ടോ അതാ ചേച്ചി പോവാ. അമ്മ ഇപ്പൊ വരാം. നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് ബ്രഷ് ചെയ്ത് സെറ്റായിട്ട് വരാം. അയ്യോ, നിങ്ങളിപ്പോ എന്താ കണ്ട് വിൻചേട്ടൻ വ്ളോഗ് എടുത്തിരിക്കുന്നു ഗൈസ്. കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വിൻചേട്ടനെ കൊണ്ട് വോയിസ് ചെയ്യിപ്പിക്കുക, വിൻചേട്ടനെ കൊണ്ട് വീഡിയോസ് ചെയ്യിപ്പിക്കുന്നൊക്കെ. വിൻചേട്ടൻ കണ്ടറിഞ്ഞിട്ട് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞോടി വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ എഡിറ്റ് ചെയ്യുമ്പോൾ കയറ്റിക്കോന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു വിൻചേട്ടൻ റൂമും അവിടെയൊക്കെ ഇങ്ങനെ ക്ലിപ്പ് എടുത്ത് വെച്ചേക്കാവും. ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കിഡിലോസ്കി ആയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ തേജു ഇതേ പൂളിലേക്ക് പോയിട്ടു അവരുടെ ഒപ്പം. ഇവരൊക്കെ നമ്മുടെ എന്താ പറയാ, ഈ ട്രാവലിലെ ഏജൻസിയിലെ സ്റ്റാഫുകളാണ് കേട്ടോ, നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരാണ്. ഇവർ 4 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ തേജു പെട്ടെന്ന് കേട്ടോ ട്രെയിനിൽ തന്നെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും വിൻചേട്ടനും കുറച്ച് ഇതായി. കാരണം നമുക്കങ്ങനെ ഉണ്ണീനെ കെയർ ചെയ്യേണ്ട ഫുൾ ഡ്യൂട്ടി നമുക്ക് വന്നില്ല. കുറേ എത്രയോ അവർ തേജുവിനെ അങ്ങനെ കൊണ്ട് നടന്ന് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ ഇനി പൂളിൽ ചടാനായിട്ടാണ് പോണത്. പൂളിൽ അത്യാവശ്യം ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നവരാണ്. അപ്പോൾ ഇപ്പുറത്തെ പൂള് അത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള ഒരു പ്ലാനിലാട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ കളിച്ചു വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ആ റിസോർട്ട് കഴിഞ്ഞ പ്രാവശ്യം വിൻചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ കക്കാനം പോയപ്പോൾ പൂളിൽ അത്യാവശ്യം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പൂളെന്ന് പറയുമ്പോൾ തേജുവിനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പേടിയൊക്കെ മാറിക്കണം കേട്ടോ. അവൻ്റെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഒരു പേടിയില്ല. അപ്പോൾ കിടന്ന് വെള്ളത്തിൽ നല്ല അഭ്യാസം കാട്ടുന്നുണ്ട്. അതിനിത് ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം പൂളിൽ കിടന്ന് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് പറയൂല്ലോ, വെള്ളത്തിൽ തന്നെ നമ്മൾ കുറേ നേരം കിടന്ന് നമുക്ക് താനെ വിശപ്പ് വരുന്നു. അപ്പോൾ വിശപ്പ് വരണ വരെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഇതേ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായതിന് ശേഷം നേരെ ചായ കുടിക്കാന്നുള്ള ഒരു ഇതിലാട്ടോ പോണത്. അപ്പോൾ കാല് വഴുക്കൂലോ, നമ്മളിങ്ങനെ പേടിച്ചിട്ടാണ് നടക്കണ്ടായിരുന്നത്. കാലുമ്മയും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ കുളി കഴിഞ്ഞ് പോയിട്ട് ആ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തേജുവിനെ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ നടക്കുക തന്നെയാണ് കേട്ടോ പേടിച്ചിട്ട്. സൂര്യ വീണൊരു വീട് ചിലപ്പോൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ പോണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയാച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഇവിടുത്തെ ഫുഡുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. നമുക്കിപ്പോൾ കേരള സ്റ്റൈൽ നമ്മുടെ ദോശ, ഇഡ്ഡലി, പൂരി ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേരള സ്റ്റൈൽ നമുക്കുള്ളത് കേട്ടോ, മലയാളീസിനുള്ളതായിട്ട് അങ്ങനെ. പക്ഷെ നമ്മൾ പുറം നാട്ടിൽ ചെന്നാൽ ചിലവർ കഴിക്കുന്നുണ്ടാവും കേട്ടോ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ്. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കും കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡിൻ്റെ ആ ടേസ്റ്റും അവരുടെ ആ രീതിയൊക്കെ അറിയാനല്ല ആഗ്രഹിക്കുക. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന വഴിക്ക് തന്നെ നമ്മുടെ ഇഡ്ഡലി, ദോശ സംഭവങ്ങളൊന്നും തൊടാൻ നിന്നില്ല. കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ നോക്കാം, വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാമെന്നുള്ള പ്ലാനിലാട്ടോ. പിന്നെ ജ്യൂസ് കാര്യങ്ങൾ എല്ലാതും കേട്ടോ, എല്ലാതും ഉണ്ട്. തണ്ണിമത്തൻ, പിന്നെന്താ നമ്മുടെ മാംഗോ, അങ്ങനെ എല്ലാവിധ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മളങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിട്ടോ ഞാൻ നിൽക്കുന്നത്. അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതേ മുട്ടയില്ലേ, മുട്ട കൊണ്ട് എന്തോ ഇവിടുത്തെ ഒരു സ്റ്റൈലുള്ള ഒരു സംഭവം കേട്ടോ, അതുണ്ടായിരുന്നു. അത് വിൻഷാട്ട് എടുത്തതാട്ടോ. പിന്നെ ന്യൂഡിൽസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്കിത് കഴിച്ചെങ്കിലും കൂടിയിട്ട് സത്യം പറയാലോ, ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോട്ടാ ഇഡ്ഡലി കഴിക്കാമായിരുന്നു, കുറച്ച് ഒരു ഇഡ്ഡലി എടുക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എത്രയും നമ്മുടെ ഫുഡിനോട് ഒരു ഇത് ഉണ്ടാവുമല്ലോ. പക്ഷേ എൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ട് കേട്ടോ എനിക്ക്, എങ്ങനെ എന്താണെന്നൊക്കെ. പക്ഷെ നമുക്ക് ടേസ്റ്റ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാത്തിനും അതിൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമാവാണ്ടിരിക്കില്ല കേട്ടോ. പിന്നെ എന്താ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചായ ഉണ്ട്, പിന്നെ പാലും വെള്ളം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജ്യൂസ് എടുത്ത് നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ജ്യൂസ് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ, ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ജ്യൂസ് കിട്ടിയത് ധാരാളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വയറൊക്കെ ഇതേ ഫുള്ളാക്കിയിട്ടോ. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്, ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിങ്ങിന് മീൻസ് ബീച്ചിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോണത്. ഇപ്പം കഴിഞ്ഞു, ഇനി അടുത്തത് ഞങ്ങൾ വാട്ടർ റൈഡിന് പോവാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ പാടറിയില്ല, വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്, ആരും പറയണ്ട. അതിൻ്റെ ഇടയിൽ ഇത് തേതപ്പം ഒന്ന് കയറിണ്ട് കേട്ടോ. പോരെ വണ്ടി വന്നു ആട്ടോ, പോരെ. ആണോ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറായിരുന്നു. നമ്മൾ പോസ്റ്റും ഷോർട്സും ഇട്ടപ്പോൾ തന്നെ കുറേ പേര് എൻക്വയറി ഇങ്ങനെ മെസ്സേജിൽ ചെയ്യേണ്ട, ചേച്ചി പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കുറേ പേര് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിരിക്കും കൊടുക്കാം, എന്താ വെച്ചാൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാമല്ലോ, എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാട്ടോ, ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ ഓഫറും കാര്യങ്ങളും എല്ലാതും ഉണ്ട് കേട്ടോ. വിവാ ഹോളിഡേയ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൽ നിന്നാണ് കേട്ടോ നമ്മളിത് പോയിക്കണത്. കേരളത്തിലെ ഫസ്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവർക്ക്, ഞാൻ ഇൻസ്റ്റയിലൊക്കെ അവരുടെ പേജ് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്തായാലും ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവരെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണതുണ്ടല്ലോ ഡ്രസ്സ് നോക്കാനാട്ടോ. ഇവിടെ കുറേ ഷോപ്പിങ്ങിന് പറ്റിയ ഐറ്റംസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ല വന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നേരെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ബീച്ചൊക്കെ വരുന്നത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ തന്നെയാട്ടോ ഇത്. കുറേ റേറ്റ് കുറവിൻ്റെ ഉണ്ട്, റേറ്റ് കൂടുതലിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ റേറ്റിനുള്ള സാധനങ്ങൾ നോക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് പറയുകയാണെങ്കിൽ ബാഗ ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് കുറവാട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. 250 റുപ്പീസിനും 180 റുപ്പീസ് അങ്ങനെയുള്ള റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തേജുവിന് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ വിൻഷാട്ടിനുള്ളതും അവർക്കുള്ളത് നോക്കുന്നുണ്ട്. ഞാനും ഹരണിയും കൂടിയിട്ട് ഞങ്ങൾക്കുള്ള ഐറ്റംസ് നോക്കുക കേട്ടോ. അപ്പോൾ ഇവരിത് ഇങ്ങനത്തെ ഷോർട്സ് ചെറിയ സാധനങ്ങൾ ഇതിട്ടോ ചേച്ചി ഇത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് ഇടുക, അതൊക്കെ ഇടണം, എന്നാലാണ് അങ്ങനെയാണ്. നമുക്കിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. കുറേ പേര് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ കുറേ കമൻറ്റ്സ് കിട്ടും. അപ്പോൾ എൻ്റെയിലല്ല, നോർമലി നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ഇടുമ്പോൾ കാണാറുണ്ട് എന്നിട്ട് ഗോവയിൽ പോയി കഴിഞ്ഞാൽ തുണിയുടെ ഇറക്കം കുറഞ്ഞു, അത് കുറഞ്ഞു, ഇത് കുറഞ്ഞു എന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയാണ്, നമുക്ക് അവരുടെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ഒരു ടൈപ്പ് നോക്കിയാൽ പോലും അങ്ങനെയാണ്. കാരണം ഞാനാണ് ഇവിടെ ഇങ്ങനെ നടന്നിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ നടക്കുമ്പോൾ വിൻഷാട്ട് വരെ കണ്ട അവിടെ വന്ന് ഇങ്ങനത്തെ ഇടുക, അല്ലാണ്ട് എൻ്റെ പോലെ ഇങ്ങനെയൊന്നെല്ലാം നടക്കുക പറഞ്ഞിട്ട് എന്നെ കുറേ കുത്തിയിടുന്നു കേട്ടോ വിൻഷാട്ടൻ. എന്നിട്ട് പക്ഷെ നമുക്ക് എത്രയും അതൊക്കെ ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങിനൊന്നും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഞാനെപ്പോഴും എൻ്റെ ഡ്രസ്സ് ചൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത്ര ഇതാവണമെന്ന് എനിക്കില്ല. എനിക്ക് എൻ്റേതായ രീതിയിലുള്ള ഡ്രസ്സ് എനിക്കിഷ്ടമായത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത്. മീൻഷായിട്ട് എന്നെ കുറേ പറയുന്നുണ്ട് ഇങ്ങനത്തെ എടുക്ക്, ഇങ്ങനത്തെ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡ്രസ്സ് എടുത്തു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കണ്ണട കണ്ടു കേട്ടോ. കണ്ണട കണ്ടപ്പോൾ നമ്മളിതേ കണ്ണട നോക്കാനാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്പെക്സും കാര്യങ്ങളൊക്കെ
കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബോക്സ് ഞാൻ ബാഗിൽ നിന്ന് എടുത്തില്ല. പിന്നെ എന്തായാലും ഇവിടെ വലിയ റേറ്റ് ഒന്നുമില്ല, 100 രൂപ എങ്ങാണ്ടുള്ളൂ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിൻഷാട്ടിന് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാ. അപ്പം ആദ്യം ഇത് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എടുക്കണ്ടടി, നീ ബ്ലാക്ക് എടുത്തോ, ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ബ്ലാക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാവരും വാങ്ങിയിട്ടോ. പിന്നെ ഒരു തേജുവിന് ഇത് അങ്ങനത്തെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബീച്ചിൽ കളിക്കുമ്പോൾ അവന് കളിക്കാനാന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി. ലാസ്റ്റ് ഞാൻ ഈ സ്പെക്സാണ് തോന്നുന്നു കേട്ടോ ഞാൻ വാങ്ങിയത്, ഇതാ തോന്നുന്നു. ഞാൻ ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതേ എനിക്കിഷ്ടമായ ടോപ്പ് ഇതായിരുന്നു കേട്ടോ, ഈ ഒരു സെറ്റ്. ഇതല്ലേ കുറച്ചുകൂടി കളർ ശരിയാണ് അല്ലേ? ഈ സൂര്യ ഏതെങ്കിലും ഷോർട്സ് എടുക്ക്. ഇതിലേതാ കളർ ശരിയാ പറയാം? എനിക്ക് ഞാൻ പറയില്ല. നോക്കി ചേട്ടാ, ഞങ്ങള് കടലിലേക്ക് പോവാണ്. കടലിലേക്ക് പോവാൻ അവസാനം ഞാനിതേ ഇത് എടുത്തുട്ടോ. ഇവരാരും എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നില്ല, അവർ പറഞ്ഞത് എടുക്കണില്ല എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരെണ്ണം അങ്ങോട്ട് എടുത്തുട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇതായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഈ കളറ് നല്ല രസം തോന്നി. അപ്പോൾ നമ്മുടെ ഹരണി എടുത്തതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇവരെല്ലാവരും ഒരേപോലെ ആയിരുന്നു കേട്ടോ. ബോയ്സ് എല്ലാവരും, നമ്മുടെ തേജപ്പന വരെ നമ്മൾ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് അവിടെ എത്തിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് നമ്മുടെ ബീച്ചിൻ്റെ അവിടേക്ക് നടക്കുക മീൻസ് വണ്ടി ഇവിടെ ഇറക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയായി കേട്ടോ. അല്ല നമ്മൾ വാങ്ങിയ സാധനങ്ങൾ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടോ. കാരണം നമുക്ക് ഡ്രസ്സ് മാറിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ വണ്ടി കയറ്റില്ലല്ലോ, നമ്മൾ നനയില്ലേ. അപ്പം ഞങ്ങൾ അവിടേക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ ഡ്രസ്സ് നമ്മൾ കയ്യിൽ ഇതേ പിടിച്ചു. പിന്നെ ഇതേ നമ്മൾ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കട്ടോ. ഞങ്ങളുണ്ടല്ലോ വിവാ ഹോളിഡേയ്സിൻ്റെ 5,999 പാക്കേജ് എടുത്തിട്ടാട്ടോ നമ്മൾ പോയിട്ടുള്ളത് പെർ ഹെഡിന്. അങ്ങനെ പിന്നെ ഇവരുടെ ഒരു 1000 റുപ്പീസിൻ്റെ ഒരു വിവാ കാർഡ്, പ്രിവിലേജ് കാർഡ് ഇല്ലേ, അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാർഡും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5,999 പാക്കേജ് ആവുമ്പോണ്ടല്ലോ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും, റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുഡിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും, 2 നേരത്തേക്ക് അങ്ങനെയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഷിപ്പിലുള്ള ആക്ടിവിറ്റീസിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അത് പിന്നെ റേറ്റിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് വരുമല്ലോ, അങ്ങനെയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 1000 റുപ്പീസിന്റെ ഇവരുടെ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെന്ന്. അത് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു 9000 പാക്കേജിലുണ്ടല്ലോ ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും എൻട്രി കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഈ അവരുടെ ഒരു പ്രിവിലേജ് കാർഡ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ 1000 റുപ്പീസിന്. അത് പരമാവധി എടുക്കാൻ നോക്കുക, ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അതും കൊടുക്കാം, കൂടുതൽ ഡീറ്റെയിൽസ്. പിന്നെ നമ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുമല്ലോ, ബെറ്റർ അവരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടമുള്ളവർ എന്തായാലും നല്ല അടിപൊളി, നമുക്കൊരിക്കലും നഷ്ടമാവില്ല. ഈ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നല്ല വൈബ് അടിച്ചിട്ട് വരാൻ പറ്റും. ഞാനൊക്കെ ഗോവയിൽ പോയി കഴിഞ്ഞാൽ കുറേ ബീച്ച് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആടുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയണത്. ഫസ്റ്റ് ടൈമാണ് പോണതെങ്കിലും കൂടിയിട്ട് നമ്മൾ ഓരോരുത്തർ പോയിട്ടുള്ള എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ എല്ലാവരും ബീച്ചിലെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുകയല്ല. പക്ഷെ അതിനും വലിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടോ. കാരണം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു വാട്ടർ ആക്ടിവിറ്റീസ്, ബീച്ചിലെ കുറച്ച് ആക്ടിവിറ്റീസിനാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞറിയുന്നുണ്ടായിരിക്കും, ബനാന റൈഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ പാരാസൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വേലിയേറ്റം കാരണം ഞങ്ങൾക്ക് ഈ ടൈമിൽ അത് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തേജപ്പം എടുക്കണ കോലം നോക്കിയത് നിങ്ങൾ, ഒരു എന്താ പറയുക, തേജു ഹൈ ലെവൽ കളിച്ചിടുന്ന എന്ത് പോസാ കാട്ടിയിടുന്നറിയോ. നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കത് പറ്റില്ല. കുറേ നേരം ഞങ്ങൾ 2-3 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ വേലിയേറ്റം കാരണം എല്ലാവരെയും പറഞ്ഞയക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ആക്ടിവിറ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ബനാന റൈഡും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പാരാസൈൽ, അത് അടിപൊളിയായിട്ടോ. നമുക്ക് കടലിൻ്റെ മുകളിൽ കൂടെ പാരച്യൂട്ടിൽ പോകാൻ പറ്റും കേട്ടോ. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഞങ്ങൾക്ക് ഇത്തിരി ലക്ക് കുറഞ്ഞു തോന്നുന്നു ആ സമയത്ത്. ഏതായാലും കുഴപ്പമില്ല, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, അതൊക്കെ ഉള്ള പാക്കേജിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് വേറെ ഒരു പ്ലേസിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ അവിടെ നിന്ന് ഒരു ക്രോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് വെറുതെ കണ്ടപ്പോൾ, പിന്നെ മണലിൽ നടക്കുമ്പോൾ കാല് നല്ല പൊള്ളിയായിരുന്നു കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. തേജപ്പനും വാങ്ങണം കേട്ടോ. തേജപ്പന് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി വരും കേട്ടോ നമുക്ക് പോകാനായിട്ട്. അതായത് കാറല്ല, അങ്ങോട്ട് നമ്മൾ പോണ സ്പോട്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ.
കേട്ടോ. ആ സ്പോട്ടിലേക്ക് ഒരു ബസ് പോലത്തെ ഒരു വണ്ടി വരും. അപ്പോൾ അതിൽ കയറിയിട്ടാണ് എല്ലാവരും പോവുക. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ട് ഇത് ഇവിടെ നിന്നു. ഇവിടെ നിന്നിട്ട് ആ വണ്ടി കാത്തിട്ടാട്ടോ നിൽക്കണത്. അങ്ങനെ ഇതേ നമ്മുടെ ബസ്. അപ്പോൾ ഇതിൽ ആ സ്പോട്ടിലേക്കുള്ള എല്ലാവരും ഈ ബസ്സിലാണ് കേട്ടോ പോവുക. അപ്പോൾ നമ്മളൊക്കെ ഇതേ വണ്ടിയൊക്കെ വന്ന് നമ്മളതിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ പോയിട്ട് ഏതാണ് എന്തൊക്കെ റൈഡ് ആയിരിക്കും എന്നാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ബനാന റൈഡായാലും മറ്റേ പാരസൈലായാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമുക്ക് അങ്ങനെയൊന്നും അറിയാലോ. കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കടലിൻ്റെ മുകളിൽ കൂടെ പറന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥ ആലോചിക്കാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സന്തോഷം തോന്നി. അത് വേലിയേറ്റം കാരണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമാവും, രക്ഷപ്പെട്ടു എന്നുള്ളൊരു മൈൻഡ് വന്നു. പക്ഷെ എവിടേക്കോ നമ്മൾ എന്തിനും ഇങ്ങോട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് മിസ് ചെയ്ത് തുടങ്ങി. ഈശ്വര, അത് ചെയ്യാടുന്നു, അത് പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷെ എങ്കിലും കൂടി നമ്മളിത് വീണ്ടും നമ്മുടെ ഇവിടേക്ക് വന്നു കേട്ടോ. എന്താ പറയുക, ഇവിടെ ബോട്ട് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ഡേ പഞ്ചിം അവിടേക്ക് വന്നു കേട്ടോ. അവിടെ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കണം കേട്ടോ. അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലേക്ക് കിടക്കുക. അപ്പോൾ മുകളിൽ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ഫുഡാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇത്ര നല്ല ഫുഡ് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. പിന്നെ ഇതേ മിറണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കുടിച്ചു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കേട്ടോ, സ്ലാങ്ങിലായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്തെങ്കിലും പ്രൊണൗൺസിയേഷനിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ല. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വർത്താനത്തിൽ ചെറിയ തെറ്റുകളൊക്കെ പറ്റും. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യടേട്ട്, എനിക്കിപ്പോൾ നന്നായി വായെന്ന് വെള്ളി ചാടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഞാനിപ്പോൾ എന്താ കാട്ടണമെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ എനിക്ക് പേടിയാവണോ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേജപ്പിന് ഒരു പേടിയില്ല കേട്ടോ. അവ അതേ സുഖമായിട്ട് ഫസ്റ്റ് ഉണ്ട് ചെന്നിട്ട് അവനായിട്ട് ജാക്കറ്റ് എടുത്തിട്ടാള്. എന്നിട്ട് എല്ലാവരോടും ഞങ്ങളോട് വന്നിട്ട് അമ്മ ഇത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുന്നേരാ കേട്ടോ. പിന്നെ ഞാനും ഇതേ ഇട്ടു, രണ്ടും കൽപ്പിച്ചിട്ടു. ഇവർ വന്നിട്ട് പറയൂ കേട്ടോ, നിങ്ങൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഇതൊക്കെയല്ലേ ലൈഫിൽ നമുക്ക് ആലോചിച്ച് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് എന്നല്ല, നമുക്ക് എന്താ പറയുക, ഓരോരോ ടൈമിൽ നമുക്ക് ഓരോ മെമ്മറീസ് അല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് തേജുവിനെ കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ചെറുതല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു അവനോട്, ഞങ്ങൾ കയറിയിട്ട് നോക്കിയിട്ട് നിന്നെ കയറ്റാമെന്ന് പറഞ്ഞിട്ട് അവനെ ഫസ്റ്റത്തേൽ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. Yes, guys. തേജുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇതേ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ലഹളയിൽ അവൻ ഡിങ്ക ചിക്കാന്ന് പാടിട്ട് എന്തൊക്കെയോ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുട്ടി നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. അവന് സാധാരണ വെള്ളത്തിലിറങ്ങാനും ഒക്കെ നല്ല പേടിയാട്ടോ. പക്ഷെ അവൻ ഇവിടെ വന്നപ്പോൾ ഒരു പേടിയില്ല. എല്ലാത്തിലേക്കും അവനാണ് മുന്നിട്ടിട്ട് ഇറങ്ങാൻ നിൽക്കണത്. പിന്നെ ഇതേ നമ്മൾ അവനെയും ജാക്കറ്റ് ഇടിച്ചിട്ട് ഇതേ അവനെയും കൊണ്ടുപോയിട്ടോ. കുട്ടിയാണെങ്കിൽ ബൈക്ക് പാവം തോന്നിട്ട് ഇപ്പം ആ വോയിസ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ചിരി എന്തൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പാവം തോന്നി. നമ്മൾ കയറ്റിയില്ലെങ്കിൽ അത് അവനൊരു ഭയങ്കര ഇതായി ഉണ്ടാവും. അപ്പോൾ അതേ വിൻഷേട്ടൻ മടിയിൽ വെച്ചിട്ടായിട്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് കയറുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, ഉണ്ണി ഉണ്ടാവുണ്ട് മറ്റേ ആട്ടല്ലേ, ആ വെയിവുള്ള പരിപാടി വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി കൊടുന്നാൽ മതി അവനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതേ അതാക്കിട്ടോ. അതേ കുട്ടി ഹാപ്പി ആയിട്ടുണ്ടേ.
ചീറിയില്ല. അമ്മ ചീറി അല്ല വട്ട തുറക്കുമ്പോ ഞാൻ ചിരിക്കാൻ അടിപൊളി പറഞ്ഞു. ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്ന ഒന്നുകൂടെ പോണോ? അടിപൊളിയായിരുന്ന സൂപ്പറാണ്. चलो हो गया भाई, आ जाओ ऊपर आ जाओ। जिसका हो गया ऊपर आ जाओ भाई। ओ मामा भेजो ना। मामा रस्सी पकड़ो पहले। बस चाबी दो ही। रस्सी पकड़ो टोकन। സൂപ്പർ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു DJs പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തേജപ്പതേ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ, നല്ല ഡാൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. റൂമിൽ എത്തി. ഫോണിലെ ചാർജ് കഴിഞ്ഞ് എൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു. ഫോൺ ഓഫായപ്പോൾ ഞാൻ വിൻഷാൻ്റെ ഫോണിലും പിന്നെ അവിടെ ഹരണിയുടെ ഫോണിലും അങ്ങനെ അവരുടെയൊക്കെ ഫോണിൽ മാറി മാറിയിട്ടാണ് വ്ളോഗ് കവർ ചെയ്തേക്കുന്നത്. ഞാൻ എന്താ വെച്ചാൽ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്ത ചാർജർ വിൻഷാൻ്റെ ഓഫീസ് ഫോണിൻ്റെ നോർമൽ ചാർജറായിരുന്നു, ഐഫോണിൻ്റെ ചാർജറല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്കപ്പെട്ടു, 8ൻ്റെ പണി കിട്ടി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന വരയ്ക്കുള്ളത് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിട്ട് ഇറങ്ങുന്ന വരയ്ക്കുള്ള വ്ളോഗ് എടുത്തു. പിന്നെ നമ്മൾ വണ്ടിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ ഇവിടെ എത്തിയിട്ടോ. എത്തിയിട്ട് ഇപ്പോൾ ഇതേ ചാർജ് ഒന്ന് വെച്ച് ഫോൺ ഓണാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്പോഴും 10 ആയിട്ടുള്ളൂ ചാർജ്. വിൻഷാട്ടൻ ബാത്റൂമിൽ പോയിക്കാണ്. വിൻഷാട്ടൻ നല്ല തലവേദന ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ്റെ ചെറിയൊരു ഛർദിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഛർദിച്ചാലാണ് ഒന്ന് കുറയുക വിൻഷാട്ടൻ. അപ്പോൾ ഛർദിക്കുകയാണ്. വിൻഷാട്ടൻ ഒന്ന് ഫ്രഷായി ഇറങ്ങി കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ വീണ്ടും അടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോഴേക്കും എനിക്കും നീ കേട്ട് നീ അവിടെ നിൽക്കണേ, അവിടെ നിന്നാൽ മതി. അപ്പോഴേക്കും എനിക്കും തേജുവിനും ഒന്ന് ഫ്രഷ് ആവണം. നമ്മളിത് എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, അല്ലേ അല്ലേ? ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇവിടെ റൂം ഇത് ക്ലീനൊക്കെ ചെയ്ത് ഫുൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്തായാലും ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. നല്ല ടയേർഡാണ്, ഭയങ്കര ടയേർഡാണ് പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ ദേ വിൻഷേട്ടൻ കെടുക്കുക കേട്ടോ. അങ്ങനെ വിൻഷേട്ടൻ മേലഴുകി കിടന്നു. തേജപ്പനെ കെടുത്തിയപ്പോൾ തേജപ്പ അവൻ്റെ മേലഴുകി കഴിഞ്ഞിട്ട് അവനും കിടന്നു ഉറങ്ങി. അപ്പോൾ ഞാൻ രണ്ടാളെന്നെ അവിടെ കെടുത്തിയിട്ട് ഞാൻ ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ അടിക്ക് പോയിട്ട്, അപ്പോൾ ഇവർക്കുള്ള ഫുഡ് മോളിക്ക് എത്തിക്കാന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ അടിയിലേക്ക് പോവുകയാണ്, ഞാനും ഹരണിയും. അതായത് നമ്മളെ കൊടുന്ന വിവാഹ ഹോളിഡേയ്സ് എന്നുള്ള ട്രാവൽ ടീമില്ലേ, അതിലെ സ്റ്റാഫാണ് കേട്ടോ ഇവരൊക്കെ. 4 പേരായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അവർ 4 ആളും
പിന്നെ ഞാനും കൂടിയിട്ട് പോയി കേട്ടോ. കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നല്ലോ കയറാൻ. അപ്പോൾ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബൊഫേ പോലെ ആയിരുന്നു. അങ്ങനെ ഇത് നമ്മൾ ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു. ചിക്കൻ കറി, വേറൊരു കറി ഉണ്ട്, എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചോറ്, റൈസ്, ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പപ്പടം. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു. എന്നിട്ട് ഇത് എല്ലാം എടുക്കാൻ നിന്നില്ല കേട്ടോ. എനിക്ക് വേണ്ടത് മാത്രം എടുത്തുള്ളൂ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് എന്താ വിൻഷേട്ടൻ്റെ പേര്, മറ്റേ കോളിഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത് അവർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല റൂമിൽ. കോളിഫ്ലവർ 2 ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പേരിക്കറിയില്ല, ഏകദേശം കോളിഫ്ലവർ ആണ് ഇത് രണ്ടും. ഇത് വെച്ചിട്ട് അവർ നല്ല വെറൈറ്റി ആയിട്ട് ഡിഷ് സെറ്റ്, മഞ്ചൂരിയോ എന്തോ ഒരു ചില്ലി ടൈപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് ഞാൻ നേരെ വന്ന് നോക്കിയപ്പോൾ തേജും വിൻഷേട്ടനും ഇതേ ഗോബി മഞ്ചൂരി ഒക്കെ. അപ്പോൾ തേജും വിൻഷേട്ടനും ഇതേ നല്ല ഉറക്കാണ് കേട്ടോ. അവർ രണ്ടാളെയും ഞാൻ കുറേ വിളിച്ചു നോക്കി. അങ്ങനെ വിളിച്ചിട്ട് ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ ഇതേ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ടയേർഡായിട്ട് ഒന്ന് ഉറങ്ങി. നല്ല തലവേനക്കായിരുന്നു, മൈഗ്രൈൻ്റെ തലവേന പറഞ്ഞില്ലേ, സൂര്യ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കേട്ട്, ചെറുതായി കേട്ട്. അപ്പോൾ അതിൻ്റെ മയക്കത്തിലായിരുന്നു. ഒന്ന് കുളിച്ചിട്ട് ഇത് മറ്റേ ടവലിലെ പൊടിയാട്ടോ, അതൊക്കെ പുതിയ ടവല കയറണേ, അതിൻ്റെ പൊടിയാണ് വൈറ്റ്. കുളിച്ചിട്ട് ഒന്ന് ഉറങ്ങി. അപ്പോഴേക്കും സൂര്യക്ക് ഫുഡ് കഴിച്ച് വന്നു. ഇപ്പം ഇതാ തേജ് ഒന്ന് ഉറങ്ങി എൻ്റെ അടുത്ത് കിടന്നിട്ട്. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഫുഡ് ചെയ്യുമ്പോൾ കാണിച്ചത് ഹെവി ഫുഡ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തിനാണ്, കാരണം കണ്ടമാനം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഇത് സംഭവം നൈസായിട്ട് സൂപ്പറാണ്. തേജൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഗോബി മഞ്ചൂരി, ഗോവയിൽ വന്നിട്ട് കൂടുതൽ ഇഷ്ടമായത് ഫുഡിന്റെ അല്ലേ? ഫുഡ് സൂപ്പറല്ലേ? നാളെ കുറച്ചു നേരം കിടക്കാണ്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം പൂളിൻ്റെ അവിടെ എല്ലാവരും കൂടിയിട്ട് കിടന്നു കേട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞു, കാരണം വിൻഷേട്ടൻ തലയൊക്കെ വേനിച്ച് അവിടെ അങ്ങനെ കിടക്കായിരുന്നില്ല. അപ്പോൾ കുറച്ചു നേരം വിൻഷേട്ടനെ വിളിച്ച് പുറത്തൊക്കെ പോയിരുന്നു ഞങ്ങൾ. ഇങ്ങനെ ഇരുന്നു കേട്ടാ. അതിനുശേഷം കുറച്ചും കൂടി ഫുഡ് ഉണ്ടായിരുന്നു. അതായത് വിൻഷാട്ടിനും തേജുവിനും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഒരാൾക്കുള്ള ഫുഡ് മതി എന്ന് പറഞ്ഞു, നമുക്ക് ഷെയർ ഇടാവുന്നതല്ലേ ഉള്ളൂ തേജുവിന്. പക്ഷെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു 4 ആൾക്ക് കഴിക്കാനുള്ള ഫുഡുള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. കറി ആയാലും പിന്നെ ഒരുപാട് ഉണ്ടല്ലോ, കറി ചിക്കൻ കറി ആയിട്ടും വേറെ എന്തോ ഒരു കറി, പിന്നെ കോളിഫ്ലവറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പിൽ, അങ്ങനെ ഒരുപാട് കറികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം കറക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി കുറേ ഉള്ളതുകൊണ്ട് തന്നെ വിൻഷാട്ടിനും തേജും അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മളവിടെ മൂടി വെച്ചിട്ടാണ് കുറച്ചൊരു അടിയിൽ പോയിരുന്നത്. കാരണം ഇവർ അവിടെ എന്തോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം ടയേർഡ് ആവുമല്ലോ, അവരവിടെ നടന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് ബാക്കി ഫുഡ് ഇവർ രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ കുറച്ചൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ആവും എന്തായാലും ഫുഡ്. അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ ഇരുത്തി കഴിപ്പിച്ചു കേട്ടത്. പിന്നെ ഇവരെ നമുക്ക് ഒരിക്കലും സ്റ്റാഫ് എന്ന് ഞങ്ങൾക്കിപ്പോൾ പേഴ്സണലി പറയാൻ പറ്റില്ല. വേറെ ഒന്നല്ല, ഞങ്ങളുടെ സ്വന്തം നമ്മുടെ കൂടെ ഉള്ള ആരുടെയോ പോലെ തോന്നി. കാരണം സെയിം വേവ് ലെങ്ത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ, എന്താ പറയാ, ഇങ്ങനെ പറയത്, അതായത് എല്ലാവർക്കും ഒരേ ടേസ്റ്റ്, ഒരേ ഫീലിങ്സ്, ഒരേ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം അതും അല്ലേ. അങ്ങനെയല്ല, നമ്മള് പെട്ടെന്ന് കണ്ടുമുട്ടിയ ആൾക്കാർ അത്രയും ഡീപ്പായിട്ട് നമ്മള് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറഞ്ഞിരിക്കുക, അതന്നെ മെയിൻ ആയിട്ട്. അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് കഴിച്ചു, സോറി നമ്മളല്ല, അവര് ഫുഡ് കഴിച്ചിട്ടോ, ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ കിടക്കാൻ നോക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡേത്തെ വ്ളോഗ് ഞാൻ പരമാവധി കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ചാർജിന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം, എന്നാലും കുഴപ്പമില്ല. ട്രിപ്പ് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പാണ്, നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. എല്ലാ വിശേഷങ്ങളൊക്കെ നമ്മൾ ബാക്കി ഓരോന്നായിട്ട് നാളൊക്കെ പറയാം കേട്ടോ. ഇന്നെന്തായാലും അടിപൊളി പൊളിയില്ലേ ചേട്ടാ, എന്താ പറയാനുള്ളത്? എൻ്റെ കാര്യമുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, സൂപ്പറാണ്. ഫുഡ് സൂപ്പറാണ്. പിന്നെ നമ്മൾ പോയ ഓരോ ആക്ടിവിറ്റീസ് ആയാലും ഫുഡൊന്നുമില്ല, എല്ലാം നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല, പിന്നെ നമ്മുടെ നമ്മളെ കൊണ്ടുവന്ന ടീം സൂപ്പർ, ഒരു രക്ഷയില്ല. കണ്ടൂല്ലോ നിങ്ങള്, നമ്മളെ കൊടുന്ന ടീം എന്നുള്ള ആ ഒരു വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട്ലി ഇരുന്നിട്ട് ഫുഡ് ബാക്കി ഇതൊക്കെ കഴിക്കലും ഭയങ്കര കമ്പനി കിട്ടും. പിന്നെ
ഒരു വേവ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് സെറ്റ് ആവില്ലേ? ഒരു വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സെറ്റ് ആയി നടന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് ഞാൻ വിചാരിക്കണത് ഈ ഒരു ഡേ പാർട്ട് 1 ആയിട്ട് ഇടാം. ഗോവ ഡേ 1 അല്ലേ, പിന്നത്തെ നാളത്തെ ഗോവ ഡേ 2, പിന്നെ നമ്മൾ നാളെ നൈറ്റ് നമ്മൾ തിരിക്കും കേട്ടോ. അപ്പോൾ ആ തിരിക്കണ വരെയുള്ളത് എന്തായാലും ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് എടുക്കട്ടെ കേട്ടോ. നാളെ 7 മണിക്കല്ലേ, 7 മണിക്ക് 8 മണിക്ക് പോകണം പറഞ്ഞു. ഏഴ് മണി. ബൈ ബൈ.